ഹായ് നമസ്കാരം. ഓട്ടോ ഫയൽസ് ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പണ്ട് തൊട്ടേ ബസ്സിനോടും വണ്ടികളോടൊക്കെ ഭയങ്കര പ്രേമം കാരണം പടമൊക്കെ വരച്ച് ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂള് വിട്ട് വന്നു കഴിയുമ്പോൾ നേരെ സ്പോട്ട് വെട്ടിക്കൊണ്ട് വണ്ടി ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ആ വണ്ടികളുടെ ആഗ്രഹം മനസ്സിലൊരു വണ്ടി ഭ്രാന്തം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ബസ്സിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇത് നമ്മുടെ സ്വന്തം ബസ്സിൻ്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ. ഇതിങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും പറഞ്ഞുതരാനൊന്നും അറിയത്തില്ല, പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. കൂടുതൽ ആൾക്കാരും ഇതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ എടുത്താണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അളവുകളൊന്നുമില്ല. എനിക്ക് ആ ഒരു മോഡൽ മനസ്സിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫോണിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി ആ ഒരു ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ ആ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ അങ്ങനെയാണ് പറക്കന്തളി സിനിമയിലെ ബസ് ഉണ്ടാക്കിയതും അത് നമ്മൾ ദിലീപേട്ടന് കൊടുക്കുകയൊക്കെ ചെയ്തു. ദിലീപേട്ടൻ അന്ന് പറഞ്ഞായിരുന്നു നമ്മളോട് ദേബുട്ടിലെ ഔട്ട്ലെറ്റിൽ ഇത് വെക്കുമെന്നും ഒക്കെ. അതുപോലെ തന്നെ ആ വണ്ടി ദേബുട്ടിൻ്റെ നമ്മുടെ ആലുവയിലെ ഔട്ട്ലെറ്റിൽ അത് വെച്ചിട്ടുണ്ട്. അത് കുറേ ഷോർട്ട് വീഡിയോസിലൊക്കെ അവരിങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മുടെ ആ ബസ് അവിടെ ഇരിക്കുന്നത്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ആ വണ്ടി ഉണ്ടാക്കിയതിൻ്റെ നമ്മളൊരു ലോറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ലോറിയുടെയൊക്കെ ബാക്കി കുറേ സാധനങ്ങൾ ഇരുന്നപ്പോൾ എന്നാൽ ഒരു ബസ് അത് നമ്മുടെ ബസ് തന്നെ ഉണ്ടാക്കാം, ഏകദേശം ആ ഒരു ഇതിലുണ്ടാക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഒരു ബസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. ഇതുണ്ടാക്കുന്നത് ഏകദേശം ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു അളവെന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവൊന്നുമല്ല, നമ്മൾ ആ ഒരു വണ്ടിയുടെ സൈഡൊക്കെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് ബാക്കി എടുക്കുന്നത്. ചില സമയത്ത് അത് കറക്റ്റ് ഒന്ന് സൂട്ടാകത്തില്ല, പക്ഷേ എന്നാലും നമ്മൾ ശകലം ചെത്തി മിനിക്കൊക്കെ എടുക്കും കേട്ടോ. ഇതിന് നമ്മളിത് നല്ലപോലെ കട്ട് ചെയ്ത് എടുക്കണം. പക്ഷേ എന്നാലും ആ ഒരു നമ്മുടെ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഈ ഒരു ഷീറ്റയിലൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ശകലം തെന്നലും വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഷീറ്റ് വളയുന്ന ഷീറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഷേപ്പിലൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇത് ബായ്ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ബായ്ക്ക് അതിൻ്റെ ആ റൂട്ട് ബോർഡ് വരുന്ന ഭാഗമൊക്കെയാണ് ഗ്ലാസിൻ്റെ ഭാഗം കട്ട് ചെയ്തു. അതിൻ്റെ താഴെ നമ്മൾ ഒരു ഷീറ്റ് കൂടെയൊക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. എന്നാലും നമ്മൾ ഈ ബ്ലേഡ് കൊണ്ട് ചെത്തി എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. പ്രൊഫഷണലായിട്ട് ഇത് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട് മിനിയേച്ചർ കൊണ്ടൊന്നും. അവർ കറക്റ്റ് അളവുകളിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ അളവെടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഇതിലങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി ഒരു 10-25 ദിവസത്തോളം എടുത്തു. പക്ഷേ ഇതിൻ്റെ ഫുൾ വർക്ക് ഞാനൊരു 3 ദിവസം കൊണ്ടൊക്കെ ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് അവസാനം മിനുക്ക് പണികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തൃപ്തിയാകത്തില്ലല്ലോ. അങ്ങനെ കുറേ ടൈം എടുത്തു. പക്ഷെ ഇതൊരു ഹരമായതുകൊണ്ട് നമ്മളതിലങ്ങ് ഇരുന്ന് അങ്ങ് ഉണ്ടാക്കും. നമ്മളിതുപോലെ തന്നെ ലോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോറിയുടെ ഏകദേശം പണികളൊക്കെ തീർന്നിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മൾ ബായ്ക്കാണ് ഉണ്ടാക്കുന്നത്. ബായ്ക്ക് കൊണ്ടോടി മോഡലാണല്ലോ, കൊണ്ടോടി ബോഡിയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ആ വണ്ടിയുടെ ആ ഒരു ബായ്ക്ക് വശം എടുക്കണമെങ്കിൽ അതിനൊരു കവിളും ആ ഒരു ഷേപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ 2 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ബ്ലേഡ് കൊണ്ടൊന്ന് ചെത്തി മിനിക്കൊക്കെ എടുത്താൽ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഫെവി ബോണ്ടും ഫ്ലെക്സ് കിക്കിൻ്റെയും പശകളാണ് കേട്ടോ. ആ ഒരു പശ വെച്ച് ഒട്ടിച്ചാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കിത് നിൽക്കത്തുള്ളൂ.
ഈ ഫെബി ബോണ്ടിൻ്റെ പശയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇപ്പം നമ്മൾ ബാക്ക് ഏകദേശമൊക്കെ ഒട്ടിച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മുടെ അളവ് വ്യത്യാസങ്ങളൊക്കെ വരും. അതൊക്കെ പിന്നെ നമ്മൾ ചെത്തി മിനുക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതാണ് കൊണ്ടോടി മോഡൽ വണ്ടിയുടെ ആ ഒരു ബാക്ക് ആ ഒരു ഇതിൽ തന്നെ ഷേപ്പിൽ കിട്ടി. പക്ഷേ ഇത് കറക്റ്റ് അളവ് നോക്കി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റ് നല്ല സ്യൂട്ടായിട്ട് കിട്ടും. പക്ഷേ ഇത് നമ്മളിനി ഇത് ഒത്തിരി ചെത്തി മിനുക്കി എടുക്കാറുണ്ട്. ഞാൻ ഈ ബാക്ക് ഇത് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ട് ഞാനൊരു 3-4 പ്രാവശ്യത്തോളം ഇത് ഊരിയെടുത്ത് വീണ്ടും കട്ട് ചെയ്ത് ഒരു ഷേപ്പൊക്കെ ആക്കിയിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇതിൽ നേരിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെക്സ് കിക്കിൻ്റെ പശയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഫ്ലെക്സ് കിക്കിൻ്റെ പശ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഒരു തുള്ളി അതായത് വീഴുമ്പോൾ തന്നെ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കും. നമ്മൾ ബാക്കും ഫ്രണ്ടും ഏകദേശമൊക്കെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഈ ഡോറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഡോറ് ഇത് നല്ല ഫുള്ള് ഒട്ടിച്ച് എടുത്തിട്ട് നമ്മൾ ഡോറിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലെവൽ കിട്ടത്തില്ല. ഇത് നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആദ്യം ഫ്രണ്ട് ഡോറിൻ്റെ മുന്നോട്ടൊരു 4 ഷട്ടറും അതിൻ്റെ പുറകോട്ടൊരു 4 ഷട്ടർ, അത് കഴിഞ്ഞ് ഡോറ് ബാക്കിലൊരു ഷട്ടർ, അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ എയർ ഡോറിൻ്റെ ടൈപ്പാണല്ലോ. അപ്പോൾ എയർ ഡോറിൻ്റെ ആ സൈഡിൽ വരുന്ന ആ ഒരു പീസാണ് നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് എടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മളത് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിലൊക്കെ ആക്കുന്നത് അതിന് ശേഷം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലെങ്തി വീഡിയോ ആണ്. നമ്മളെ വീഡിയോസ് എല്ലാം ഒരു 5 മിനിറ്റ് മാക്സിമം പോയി 10 മിനിറ്റൊക്കെ ഉള്ളൂ. പക്ഷേ ഇതൊരു 20 മിനിറ്റോളം ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് രണ്ടായിട്ട് ഇടാനുള്ളതൊന്നുമില്ല. ഇപ്പം നമ്മളിത് കാണുമ്പം ഇത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഈ വണ്ടികളോടും. ഏത് പ്രായക്കാർക്കാണെങ്കിലും വണ്ടി ഭ്രാന്തന്മാരെന്ന് പറഞ്ഞാൽ ഇന്ന പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർ ഈ വണ്ടി അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കമൻ്റായിട്ടും ലൈക്കായിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗ്രില്ലിൻ്റെ വർക്ക് ചെയ്യാന്നുള്ളൂ. പക്ഷേ സാധാരണ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആദ്യം തന്നെ ആ ഗ്രില്ലൊക്കെ അത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. പക്ഷേ എനിക്ക് ആ ഒരു അത്രയൊരു അങ്ങനെ കട്ട് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നീട് ആ ഒരു പീസുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണ്. ഇത് 2016 മോഡൽ വണ്ടി കേട്ടോ, കൊണ്ടോടി. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനൊരു വ്യത്യാസമുണ്ട്. ഉരുളുമയും അതിൻ്റെ ഒരു ഷേപ്പും ഇതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ടയറും എല്ലാം നമ്മൾ ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. ടയറിനൊക്കെ കറക്റ്റ് ഷേപ്പ് ഒന്നും ആകുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു വെള്ള പെയിൻറ്റ് അടിച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇതിന് ബ്ലൂ കളറാണ്, നീല കളറാണ് അടിക്കുന്നത്. അപ്പോൾ നീല കളർ ഈ വെള്ളയിൽ തന്നെ ഷീറ്റിൽ അടിക്കുമ്പോൾ ഇതേ കറക്റ്റ് സ്യൂട്ടാകാൻ ആ ഒരു വെള്ളമായി എടുത്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് വെള്ള അണ്ടർ കോട്ട് അടിക്കുന്ന പോലെ മട്ടി പെയിൻറ്റ് എൻ്റെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിലുള്ള വെള്ള കളർ തന്നെ ഒരു കോട്ട് ജസ്റ്റ് അടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ആ ബ്ലൂ അടിക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ വൈറ്റ് കളർ ഒക്കെ ഒന്ന് അടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഓടുന്നത് കോട്ടയം, മുണ്ടക്കയം, കോരത്തോട്, കുഴിമാവ് റൂട്ടിലാണ് നമ്മുടെ വണ്ടി ഓടുന്നത് കേട്ടോ. പക്ഷെ അതിലൊരു യാത്രാനുഭവം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയാണ്. നല്ല ടൂറിസ്റ്റ് പ്ലേസ് അല്ല, പക്ഷേ എന്നാലും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വണ്ടി ഓടുന്നത്. കോരത്തോട്, കുഴിമാവ് ഒക്കെ പോകുന്നത് നല്ല കാടിൻ്റെ അകത്തൂടെയൊക്കെയാണ്. എല്ലാവരും അതിലൊന്ന് യാത്ര ചെയ്ത് നോക്കണം. അത് നമ്മുടെ രാവിലെ നമ്മൾ മുണ്ടക്കയത്തു നിന്നാണ് തുടങ്ങുന്നത്. അത് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ നമ്മുടെ കോട്ടയത്ത് വരും. 12:45 കോട്ടയത്ത് നിന്ന് വണ്ടി എടുക്കും. അത് നേരെ മുണ്ടക്കയം, കോരത്തോട്, കുഴിമാവ് ആണ് പോകുന്നത്. കുഴിമാവിലൊരു 3/4 മണിക്കൂറോളം നമുക്ക് ടൈമുണ്ട്. ആ സമയത്ത് അവിടെ നമുക്ക് തൊട്ടപ്പുറം ഒരു ആറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനും നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും. അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു ചേച്ചിയുടെ കടയിലെ പരിപ്പോടയാണ് കേട്ടോ, ചൂട് പരിപ്പോട. അതാ നമ്മൾ 3:30 സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നല്ല ചൂട് പരിപ്പോട കിട്ടും. ഇത് നമ്മളിപ്പം ചെയ്യുന്നത് നമ്മുടെ സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ. നമ്മുടെ സീറ്റിൻ്റെ ക്ലോത്തിൻ്റെ കളർ റെഡ് കളറാണ്. പക്ഷേ അതൊരു ഡിസൈനൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ അത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റെഡ് കളറും
അതിൻ്റെ ഹെഡ് റെസ്റ്റിന് നമ്മൾ ബ്ലാക്ക് അടിക്കുന്നുണ്ട്, ബ്ലാക്ക് കവറിങ് ഉണ്ട് നമ്മുടെ ഹെഡ് റെസ്റ്റിന് കേട്ടോ. അപ്പോൾ അതുകൂടെ അടിച്ച് സീറ്റ് ഒക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കുകയാണ്. സീറ്റ് നമ്മൾ കറക്റ്റ് വണ്ടിയിലെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു ഷീറ്റ് ആയതിനു സൈഡിൽ കമ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏകദേശം ആ ഒരു ഭംഗിക്ക് തന്നെ നമ്മൾ സീറ്റ് പോലെ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ആ വണ്ടികളൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മൾ മുണ്ടക്കയത്തിൽ നിന്നൊരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തേക്കും കൂപ്പ് ആണ് അവിടെ നിന്ന് തുടങ്ങുന്നത്. കാടാണ്, 2 സൈഡിലും കാട്. അതിൻ്റെ അകത്തുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ നമ്മൾ ആ വണ്ടിയുടെ യാത്രയിലൊരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് യാത്രകൾ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു യാത്ര നല്ലൊരു അനുഭവം തന്നെയാണ്. കോട്ടക്കുന്ന് നമ്മൾ 12:45 പോയി 3:30 കഴിയുമ്പോൾ നമ്മൾ കോരത്തോട്ടിലെത്തും. കോരത്തോട്ടിലൊരു 3/4 മണിക്കൂറോളം ടൈം നമുക്കുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഒന്ന് കണ്ട് ചായ കുടിച്ചൊക്കെ ആറൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് ഒക്കെ വരാനുള്ള ടൈമുണ്ട്. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് 4:10 നമ്മൾ 6 മണിയാകുമ്പോൾ 6 മണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കോട്ടയത്ത് എത്തിച്ചേരും. അപ്പം വണ്ടിയെ പോകാൻ താല്പര്യമുള്ളത് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്ന ബ്ലാക്ക് അടിക്കട്ടെ, ഇതിൻ്റെ ഷട്ടറിനൊക്കെ ബ്ലാക്കാണ് വേണ്ടത്. ബ്ലാക്ക് ആണ് അതിൻ്റെ ആ ഒരു ഭംഗി. എല്ലാ വണ്ടിക്കും നമ്മൾ കണ്ടുണ്ടോ, ഇപ്പോൾ കളർ കോഡ് ആയതിനു ശേഷം ആ ഒരു ഷട്ടർ ഭാഗത്തിന് ബ്ലാക്ക് അടിക്കുന്നതാണ് ആ വണ്ടിയുടെ ഒരു ഭംഗി നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്, ഇനി ബ്ലൂ അടിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ ടോപ്പ് മേളുവശം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ സീറ്റുകളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വണ്ടി 3-2 സീറ്റാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ 3 സീറ്റും ലെഫ്റ്റ് സൈഡിൽ 2 സീറ്റ്, 2 പേർക്കിരിക്കാവുന്ന സീറ്റാണ് കേട്ടോ. മൊത്തം 48 സീറ്റാണ്. ഇത് കറക്റ്റ് 48 സീറ്റ് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സീറ്റുകളൊക്കെ ഫുള്ള് ഫിറ്റ് ചെയ്തു. ഡ്രൈവർ സീറ്റിനും ബോണറ്റിനും ഒക്കെ ബ്ലാക്കും ഒക്കെ അടിച്ചു. ടയറൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഇരിക്കുന്നു, അതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. ഏറ്റവും അവസാനം നമ്മൾ ഫൈനൽ ലുക്കിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് എടുക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ബ്ലൂ അടിച്ച് കൊടുക്കാം. ബ്ലൂ അടിച്ച് കൊടുക്കുന്ന അത് ബ്ലൂ ആദ്യം ഒരു കോട്ടടിച്ചൊരു ഈ ഒരു ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 കോട്ടൊക്കെ അടിച്ചാലും അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നമ്മൾ അപ്പം ബ്ലൂ അടിച്ച് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് പറയുന്നത് ആദ്യം ഞാൻ ഈ ബ്ലൂ അടിച്ചിട്ട് ലൈറ്റ് ആയിപ്പോയി, അത് കഴിഞ്ഞാൽ ഇച്ചിരി ഡാർക്ക് ആക്കിയിട്ട് വീണ്ടും ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ ആ ഒരു വണ്ടിയുടെ ബസ്സിൻ്റെ ആ ലുക്ക് വന്നു. ഇനിയും കുറേ പണികളുണ്ട്. നമ്മൾ ടോപ്പ് പിടിപ്പിച്ചില്ല, കാരണം നമ്മൾ ആ സീറ്റിൻ്റെ ബാക്കി വെച്ചത് ഒരു ഫൈബറിൻ്റെ കളറുണ്ട്, ഒരു ഗ്രേ കളർ, അതുമൊക്കെ നമ്മൾ അടിച്ച് കൊടുക്കണം. നമ്മൾ ഈ ഫുൾ ബ്ലൂ ഒക്കെ അടിച്ചു. പക്ഷേ ഇതിൽ എനിക്ക് ചെറിയതെന്ന് പറഞ്ഞാൽ നമുക്കിതിന് പൊട്ടി അടിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് ക്ലിയർ ആണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ ആ പുട്ടി വർക്കൊന്നും ചെയ്തില്ല. പക്ഷേ ഇത് നമ്മളിപ്പോൾ ചെയ്ത് ഇനിയിപ്പം നമ്മുടെ വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ബസ്സിൻ്റെ CF എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ അതിൻ്റെ കളർ ഒക്കെ ഇച്ചിരി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ കറക്റ്റ് കളറല്ല അടിച്ചത്, അതിൻ്റെ ലൈറ്റ് ബ്ലൂ ആണ്, ഞാൻ ഇച്ചിരി ഡാർക്ക് ബ്ലൂ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ CF കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ വണ്ടി തന്നെ നമ്മളൊന്നുകൂടെ ടെസ്റ്റ് വർക്ക് നമുക്ക് ചെയ്യാം. ടെസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ പുട്ടിയൊക്കെ ഇട്ടൊന്ന് ലെവലാക്കാം. ഞാനിതൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എനിക്ക് പെയിൻറ്റിങ്ങിലൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുട്ടിയുടെ കാര്യം മറന്നു പോയതാണ്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുട്ടികൾ ചെയ്യാൻ ഇച്ചിരി ഫിനിഷിങ് ആയാലുള്ളതെന്ന് ഞാൻ ഓർത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ ഒരു CF, നമ്മൾ ഈ ബസ് ഒറിജിനൽ വർക്ക്ഷോപ്പിൽ കയറ്റി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു CF വർക്ക് കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മളതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. ഇത്രയും പെയിൻ്റ് അടിക്കുന്നിടം വരെയൊക്കെ നമ്മൾ വലിയ ചടങ്ങില്ലാത്ത പണികൾ, ഈസി ആയിട്ടുള്ള പണികൾ. പക്ഷേ ഇനിയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗവും മറ്റേ വൈറ്റ് കളർ ലൈനും ഒക്കെ ഒട്ടിക്കണം. അതൊക്കെയാണ് നമുക്ക് ചടങ്ങ്. വൈറ്റ് കളർ ലൈന് പൊട്ടിക്കുന്ന വീഡിയോ കുറവാണ്, കാരണം ഞാനത് വൈറ്റ് പേപ്പർ ലൈൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുമായിരുന്നു. അതാണ് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം സാധാരണ വൈറ്റ് കളറൊക്കെ അടിക്കുന്നത് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ വണ്ടി ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ആ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് എയർ ഡോറാണ്, ഇപ്പോൾ എല്ലാ വണ്ടിക്ക് എയർ ഡോറാണ്. ആ എയർ ഡോറിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് ബ്ലൂ അടിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മളതിൻ്റെ ടയറൊക്കെ വീണ്ടും ഊരിയെടുത്തു.
ഇപ്പം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ബ്ലാക്കൊക്കെ ഫുള്ള് നമ്മൾ ക്ലിയർ ആക്കി അടിച്ചു, എന്നിട്ട് അതേ നമ്മളൊന്ന് ടേപ്പ് ചുറ്റി കേട്ടോ. ടേപ്പ് ചുറ്റിയിട്ട് ബ്ലൂ നല്ല ഫിനിഷ് ആക്കി അടിക്കുക കേട്ടോ. ബ്ലൂ ആദ്യം അടിച്ചിരിച്ചിട്ടുള്ള ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ അടിക്കുന്നത്. ഡാർക്ക് ബ്ലൂ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ് ആയി. ഇപ്പോൾ ആ ടേപ്പൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചതുകൊണ്ട് നമ്മളത് പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബ്ലാക്കൊക്കെ നല്ല ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കേട്ടോ, കറക്റ്റ് ആ ഒരു പെയിൻ്റ് അടിക്കുന്ന ഭാഗമൊക്കെ മേഘവശമൊന്നും കിട്ടാതെ അത് നമ്മൾ അതിൽ കറക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഗിംബലിൽ വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പം വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഇത് നമ്മൾ ഫുള്ള് ബ്ലൂ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് വശം ചെറിയ പോലെ നമ്മൾ പേപ്പറൊക്കെ ചെറിയ രീതിയിൽ പേപ്പർ പൊടിച്ചിട്ടുണ്ട്. അവിടെ കൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയി കിട്ടും, നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നമ്മൾ പെയിൻ്റ് അടിക്കുന്നതും അത്ര ക്ലിയർ ഒന്നുമല്ല, പ്രൊഫഷണൽ പെയിൻ്ററൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ കറക്റ്റായ ഒരു രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നമ്മൾ ആ ഷേപ്പിൽ നല്ല കറക്റ്റായിട്ടൊക്കെ ഇതിൻ്റെ പുറകിലൊക്കെ നമുക്കൊരു ഡിസൈനൊക്കെ വരയ്ക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത്രയും ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇഷ്ടവും ഒരു പാഷനും ഒക്കെയാണല്ലോ വണ്ടി ഭ്രാന്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് ഷെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ മിനിയേച്ചർ വണ്ടികളാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും വണ്ടിയുടെ ഫോട്ടോ ഇട്ട് തരുവാണെങ്കിൽ നമ്മൾ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. അത് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് നല്ല ക്ലിയർ ചെയ്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ബ്ലൂ ഒക്കെ അടിച്ച് നല്ല റെഡിയാക്കി വെച്ചാൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറൊക്കെ നമ്മൾ പൊളിച്ചോളൂ കേട്ടോ. ആ സ്റ്റിക്കർ പൊളിക്കുമ്പോൾ തന്നെ കണ്ടോ ആ ബ്ലാക്ക് അത് കറക്റ്റ് ആ ലെവലിൽ തന്നെ നമുക്ക് കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ടച്ചിങ് ഒക്കെ ഉണ്ട് ആ ബ്ലാക്കിൻ്റെ അവിടെ. ആ സ്റ്റിക്കർ പൊളിച്ചപ്പം ഉണ്ടായ ചെറിയ പെയിൻറ്റ് പോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ആ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞു. പക്ഷേ അതിന് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ടോപ്പൊക്കെ പിടിപ്പിക്കാൻ കിടക്കുവാണ്. ടോപ്പൊക്കെ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് കുറച്ച് നമ്മൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ടോപ്പൊക്കെ നമ്മൾ പിടിപ്പിച്ച് ടോപ്പിലൊക്കെ പെയിൻ്റ് അടിച്ചു. അതിൻ്റെ മേലെ ക്യാരിയറും ഇതൊക്കെ പിടിപ്പിച്ചു. വൈറ്റ് പേപ്പർ നമ്മുടെ A4 സൈസ് പേപ്പർ ഞാൻ കട്ട് ചെയ്തു, ബോണ്ട് പേപ്പർ കേട്ടോ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു. ഫ്രണ്ടിൽ ആ ഒരു ഷേപ്പിൽ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒട്ടിച്ചു. ഇപ്പം ഇതിന് ശേഷം ഇതൊന്നും എനിക്ക് കറക്റ്റ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ചെറിയ രീതിയിൽ പെട്ടെന്ന് ഒപ്പിച്ചെടുക്കായതുകൊണ്ട് നമ്മൾ മഞ്ഞയിൽ ഇച്ചിരി റെഡ് ഓറഞ്ചും ഒക്കെ ഒന്ന് കലക്കി ഒരു ഗോൾഡൻ കളറാക്കിയത് കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമുള്ള ആ ബ്ലാക്ക് സ്റ്റിക്കർ പൊട്ടിച്ച. പിന്നെ ഞാൻ നമ്മുടെ സ്റ്റിക്കർ കടയിൽ പോയി നമ്മുടെ സേറാമറിയുന്ന ആ ഒരു ഫോണ്ടിൽ തന്നെ നമ്മൾ സ്റ്റിക്കർ കട്ട് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. അത് ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിക്കും. ഫ്രണ്ട് ഗ്ലാസ്സും എല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു ഷീറ്റുണ്ട് കേട്ടോ. ആ ഷീറ്റിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്താൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ കട്ട് ചെയ്യാനുള്ള ബ്ലേഡും കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ ഒപ്പിച്ച് കട്ട് ചെയ്തെടുത്തത് ചെറിയൊരു കോട്ടമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ആ സ്റ്റിക്കർ നമ്മൾ കടയിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഫ്രണ്ടിൽ സെറാമറി എന്നുള്ള പേര് നമ്മൾ ഒട്ടിച്ചു. ഇനി സൈഡിൽ ഇലവക്കോടൻ എന്നുള്ള നമ്മുടെ വീട്ടുകാരുണ്ട്, സൈഡിലും ബാക്കിലും അതും നമ്മൾ ഒട്ടിച്ചു കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു ഗോവണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗോവണി ഞാൻ എടുത്ത് മാറ്റി എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു കേട്ടോ. എന്നാലും ആ സ്റ്റിക്കർ കറക്റ്റായിട്ട് ഇവിടെ ഒട്ടിക്കാൻ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ടോപ്പിൻ്റെ അടിയിൽ നമ്മൾ ഗ്രേ കളർ അടിച്ചു. സീറ്റിൻ്റെ ബാക്കിലും ഇപ്പോൾ നമ്മൾ ഗ്രേ അടിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ആ ഒരു വണ്ടിയുടെ അതേ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ഇലവക്കോടൻ എന്നാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം ശരിക്കും വണ്ടിയുടെ സൈഡിൽ കിടക്കുന്ന ഇലവക്കോടൻസ് സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ ഈ വണ്ടിയുടെ പഴയ പേര്
സെൻറ്റ് തോമസ് എന്നായിരുന്നു. നമ്മൾ പിന്നെ സ്റ്റിക്കർ കട്ട് ചെയ്തപ്പം ഈ സെൻറ്റ് തോമസ് എന്നുള്ള കട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി വളരെ ചെറിയ ലെറ്ററുകളായതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ ലോ കോഡൻ തന്നെ ഒട്ടിച്ചത് കേട്ടോ. 2 സൈഡിലും ലോ കോഡൻ ഒട്ടിച്ചു. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് ആ രീതിയിൽ ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്നാൽ അത്രയും പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതുപോലെ ആർക്കെങ്കിലും മിനിയേച്ചറൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് അടിപൊളി ഒരു ലൈക്ക് കൂടെ തരണം കേട്ടോ. അപ്പം ക്ഷമയോടെ ഇരുന്ന് 21 മിനിറ്റുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാകും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു. பொழுது கடவுள் தன் முகம் பார்த்த பொழுது